പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജിയോമെട്രി അല്ലെങ്കിൽ ജ്യാമിതീയ രൂപങ്ങൾ അതിനകത്തിലെ ദ്വിമാന രൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രയാങ്കിൾ എന്ന ദ്വിമാന രൂപത്തിൻ്റെ അല്ലെങ്കിൽ ത്രികോണം എന്ന രൂപത്തിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകുന്ന അളവുകൾ? RRBക്ക് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകുന്ന അളവുകൾ? എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. ഇത് ഫസ്റ്റ് ഓപ്ഷൻ A എടുക്കുകയാണെങ്കിൽ ഓരോ ഓപ്ഷനും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ ഓപ്ഷനും എടുത്ത് ചെക്ക് ചെയ്യണം അല്ലേ. ഫസ്റ്റ് ഓപ്ഷനായ 3, 6, 3 നോക്കിയേ. 3, 6, 3 ഇതിനകത്തിലെ ചെറിയ രണ്ട് അളവുകൾ എടുക്കുക. ചെറിയ രണ്ട് അളവെന്ന് വെച്ചാൽ ഇതും അല്ലേ, 2 3 ഉണ്ട്. ആ 2 3 തമ്മിൽ കൂട്ടുക. ആ രണ്ട് ചെറിയ അളവുകൾ തമ്മിൽ ഒന്ന് കൂട്ടി നോക്കുക. നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും അല്ലേ. 3 + 3 6. ഈ 6 എന്ന് പറയുന്ന സംഖ്യ അല്ലെങ്കിൽ ചെറിയ രണ്ട് അളവുകൾ എടുത്ത് നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ ആ സൈഡുകൾ കൊണ്ട് നമുക്കൊരു ത്രികോണം ഉണ്ടാക്കാൻ പറ്റൂ. മനസ്സിലായ പറഞ്ഞേക്കുന്നത്? ചെറിയ രണ്ട് സൈഡിൻ്റെ അളവുകളുടെ തുക എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തിൻ്റെ അളവിന് കൂടുതലായിരിക്കും. മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റൂ? അത് ഉപയോഗിച്ചൊരു ത്രികോണം ഉണ്ടാക്കാൻ പറ്റൂ. ഇത് നോക്കിയേ, നമ്മൾ സം ചെയ്തപ്പോൾ നമുക്ക് 6 എന്ന ആൻസർ കിട്ടി. ഇവിടെ മൂന്നാമത്തെ സൈഡായിട്ട് അവർ കൊടുത്തിരിക്കുന്നതും 6 ആണ് അല്ലേ. ഇങ്ങനെ ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിലും നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയില്ല? ട്രയാങ്കിൾ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സൈഡ് ഉപയോഗിച്ച് നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ കഴിയില്ല. അടുത്ത ഓപ്ഷൻ നോക്കിയേ. 2 1 4 2 1 4 അതിനകത്തിലെ ചെറിയ രണ്ടളവ് നോക്കിയേ. 2ഉം 1ഉം അല്ലേ, അത് നമ്മൾ കൂട്ടി നോക്കിയേ. 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. 3 എന്ന് പറയുന്ന മൂന്നാമത്തെ സൈഡായ 4നേക്കാൾ ചെറുതാണ് അല്ലേ. ചെറുതായിട്ട് വരാൻ പാടില്ല. എന്തായിരിക്കണം? മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു അളവ് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയില്ല? ത്രികോണം ഉണ്ടാക്കാൻ കഴിയില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അടുത്ത ഓപ്ഷൻ നോക്കിയാൽ 5 8 12 5 8 12 ഇതിനകത്തിലെ ചെറിയ രണ്ട് അളവുകൾ ഏതൊക്കെയാണ്? 5ഉം 8ഉം അല്ലേ. അതിന് തമ്മിലൊന്ന് കൂട്ടി നോക്കിയേ. 5 + 8 എന്ന് പറയുന്നത് 13 കിട്ടി. നോക്കിയേ, 5 + 8 13. ചെറിയ രണ്ട് വശങ്ങളുടെ അളവുകളുടെ തുക 13 എന്ന് കിട്ടി. ആ 13 മൂന്നാമത്തെ വശത്തേക്കാൾ വലുതാണ് അല്ലേ. മൂന്നാമത്തെ വശത്തേക്കാൾ വലുതാണ്. അങ്ങനെ വലുതാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് എന്തുണ്ടാക്കാം? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. 5 8 12. മനസ്സിലായോ? എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ചെറിയ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വശങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ അളവുകൾ ഉപയോഗിച്ചൊരു ത്രികോണം ഉണ്ടാക്കാൻ കഴിയൂ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേ നോക്കിയേ, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളായി വരുന്ന അളവുകൾ? ഓപ്ഷൻ A ആദ്യം എടുത്ത് നോക്കിയേ. 8 10 15. ഏറ്റവും ചെറിയ രണ്ട് അളവുകൾ ഏതൊക്കെയാണ്? 8ഉം 10ഉം. 8 + 10 എത്ര കിട്ടി? 18 എന്ന് കിട്ടി അല്ലേ. 18 എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കാം? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഓപ്ഷൻ A. ബാക്കി സൈഡുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 6 5 15 6 5 15. ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ ഏതൊക്കെ? 6ഉം 5ഉം അല്ലേ. 6ഉം 5ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 11 എന്ന് കിട്ടും. 11 എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല? ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല. അടുത്ത സൈഡ് നോക്കിയേ. 8 13 25 8 13 25. രണ്ട് ചെറിയ സൈഡുകൾ ഏതൊക്കെയാണ്? 8ഉം 13 കൂടെ കൂട്ടിയാൽ 21 എന്ന് കിട്ടും. 21 എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനേക്കാൾ ചെറുതായതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഉപയോഗിച്ച് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ കഴിയില്ല. അടുത്ത് നോക്കിയേ. 6ഉം 4ഉം 10ഉം. ചെറിയ രണ്ട് അളവുകളൊക്കെ ഏതൊക്കെയാണ്? 6ഉം 4ഉമാണ് അല്ലേ. 6 + 4 10 എന്ന് കിട്ടി. മൂന്നാമത്തെ സൈഡിന് ഈക്വലായിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ചും ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ചെറിയ രണ്ട് സൈഡുകളുടെ തുക മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയുള്ളൂ? ആ സൈഡുകൾ വെച്ച് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ കഴിയൂ. ഒന്നാമത്തെ മോഡൽ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ മോഡലിലേക്ക് പോകാം. ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 40 ആയാൽ മറ്റ് രണ്ട് കോണുകൾ ഏതെല്ലാം? ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 40 ആയാൽ മറ്റ് രണ്ട് കോണുകൾ ഏതെല്ലാം? എന്താ ഈ മട്ടത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ?
ഇങ്ങനെ ഇരിക്കും അല്ലേ. അതിൻ്റെ ഒരു കോൺ എപ്പോഴും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 90 ഡിഗ്രി വരുന്ന കോണുകളുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ട്രയാങ്കിളിൻ്റെ ഒരു കോൺ എപ്പോഴും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ഒരു കോൺ എപ്പോഴും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഒരു കോൺ തന്നിട്ടുണ്ട് 40 ഡിഗ്രി, ഒരു കോൺ തന്നിട്ടുണ്ട് 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. നമുക്കറിയാം ഒരു ട്രയാങ്കിളിനകത്തിലെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ആണ്. ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 180 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 3 ട്രയാങ്കിളിനകത്തിലെ ഈ 3 കോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം അല്ലേ. 90 + 40 + മൂന്നാമത്തെ കോൺ നമുക്കറിയില്ല എക്സ് ഈക്വൽ ടു, ഈ 3 കോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ. ഇനി 90 + 40 എന്ന് പറയുന്നത് 130 ആണ്. 130 + എക്സ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 180 - 130. ആൻസർ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ഓപ്ഷൻ സി 50ഉം 90ഉമാണ് ബാക്കി 2 കോണുകൾ അല്ലേ. പറഞ്ഞ മനസ്സിലായോ? മട്ടത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്താ? അതിനകത്ത് ഒരു കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു കോൺ അവർ തന്നിട്ടുണ്ട് 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്, മറ്റേ കോൺ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു ത്രികോണത്തിനകത്തിലെ ഇൻറ്റേർണൽ കോണിൻ്റെ എല്ലാം ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ എല്ലാം സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ കോൺ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 35 ഡിഗ്രി ആയാൽ മറ്റ് 2 കോണുകൾ ഏതെല്ലാം? അപ്പം മട്ടത്രികോണം വരച്ചു. മട്ടത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടി 90 ഡിഗ്രിയാണ്. മറ്റേ ആംഗിൾ തന്നിട്ടുണ്ട് 35 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. മറ്റേ ആംഗിൾ 35 ഡിഗ്രിയാണ്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നത്? എന്ത് ചെയ്യണം? 90 + 35 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് 180 ഡിഗ്രി അല്ലേ. ഇതിൽ നിന്നും എക്സ് മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കാം? 180ൽ നിന്നും എന്ത് കുറയ്ക്കണം? 90 35 കൂടെ കൂട്ടുന്നത് കുറയ്ക്കണം. 90 + 35 125. ആൻസർ എത്ര കിട്ടും നമുക്ക്? ആൻസർ 55 ഡിഗ്രി എന്ന് കിട്ടി. 55 ഡിഗ്രി 55 ഡിഗ്രിന്ന് ആൻസർ കിട്ടി. മനസ്സിലായോ? ഓക്കെ, അടുത്ത മോഡലിലേക്ക് പോകാം. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 4:5:3 എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ ചെറിയ കോൺ എത്രയാണ്? ഓക്കെ, ഒരു ത്രികോണത്തിനകത്തിലെ ഒരു കോണെന്ന് വെച്ച് ഒരു ത്രികോണത്തിനകത്തിലെ കോണുകൾ 4:5:3 എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ ചെറിയ കോൺ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അംശബന്ധം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ആകെ നമുക്കറിയാം ഒരു ത്രികോണത്തിനകത്തിലെ 3 കോണും കൂടെ കൂട്ടുന്നത് 180 ഡിഗ്രിയാണ്. 3 കോണും കൂടെ കൂട്ടുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഈ 180നെ നമ്മളിങ്ങനെ കട്ടാക്കി വെച്ചേക്കുക. 180നെ നമ്മളിങ്ങനെ എത്രയായിട്ട് ഭാഗിച്ചു? 5 + 4 + 3 അല്ലേ. 5 + 4 9, 9 + 3 12. അപ്പം 180നെ ഇങ്ങനെ 12ആയിട്ട് നമ്മൾ ഭാഗിച്ചു. 12ആയിട്ട് ഭാഗിച്ചിട്ട് അതിൽ 4 ഭാഗമാണ് ആദ്യത്തെ കോൺ. ഫസ്റ്റ് കോൺ എന്ന് പറയുന്നത് അതിൽ 4 ഭാഗം. അടുത്ത 5 ഭാഗമാണ് രണ്ടാമത്തെ കോൺ. അതിൽ 3 ഭാഗമാണ് മൂന്നാമത്തെ കോൺ. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? 180 ടോട്ടൽ സം എന്ന് പറയുന്നത്. ആ 180നെ എത്രയായിട്ട് ഭാഗിച്ചു നമ്മൾ? 4 + 5 + 3 4 + 5 + 3 12ആയിട്ട് ഭാഗിച്ചു. 180നെ 12ആയിട്ട് ഭാഗിച്ചു. അതിൽ 4 ഭാഗമാണ് ആദ്യത്തെ കോൺ, 5 ഭാഗമാണ് രണ്ടാമത്തെ കോൺ, 3 ഭാഗമാണ് മൂന്നാമത്തെ കോൺ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ചെറിയ കോൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ആകെ കോണിൻ്റെ അളവ് ഇൻറ്റു ആകെ കോൺ എന്ന് പറയുന്നത് 180 ഡിഗ്രി അല്ലേ. അതേ ഇൻറ്റു ഏറ്റവും ചെറിയ അളവെന്ന് വെച്ചാൽ 3 അല്ലേ. 3 / ഈ അംശബന്ധം എല്ലാം കൂടെ കൂട്ടുന്നത് കണ്ടോ? 3 / അംശബന്ധം എല്ലാം കൂടെ കൂട്ടുന്നത്. ഇതാണ് ഏറ്റവും ചെറിയ കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 4 കിട്ടും അല്ലേ. 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 കിട്ടും. ഇവിടെ 90 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 45 എന്ന് കിട്ടും. ആൻസർ 45 ഡിഗ്രി. 45 ഡിഗ്രി ഓപ്ഷൻ സി. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, എങ്ങനെ കണ്ടുപിടിച്ചത്? ഏറ്റവും ചെറിയ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അംശബന്ധത്തിൽ 3 ആണ് ചെറിയ അളവ് അല്ലേ. അപ്പോൾ ടോട്ടൽ സം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിനകത്തിലെ ആകെ കോണളവെന്ന് പറയുന്നത് 180 ആണ്. ആ 180നെ എന്ത് ചെയ്യുക? ഏറ്റവും ചെറിയ അളവായ 3 എടുക്കുക, / ഈ അംശബന്ധം എല്ലാം കൂടെ കൂട്ടുന്ന എഴുതുക, കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഇനി വലിയ കോണിൻ്റെ അളവായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഇതിലെ വലിയ സംഖ്യ ഏതാ? 5. അപ്പോൾ ഈ 3ക്ക് വരെ നമ്മൾ ആരെ കൊടുക്കും? 5നെ കൊടുക്കും. അപ്പോൾ നമുക്ക് വലിയ കോണളവ് കിട്ടും.
മനസ്സിലായോ? ഇനി 4 കൊടുത്താലോ നമുക്ക് ആദ്യത്തെ കോണ് കിട്ടും 4 കൊടുത്തു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഓക്കെ, ഇത് അംശബന്ധത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നോക്കിയേ, ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 5:6:7 എന്ന അംശബന്ധത്തിലാണെങ്കിൽ ചെറിയ കോണത്ര, ഇവിടുത്തെ ചെറിയ അളവെന്ന് പറയുന്നത് 5 ആണ് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ 3 കോണിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് 180 ആണ്. 180 ഇൻറ്റു ഏറ്റവും ചെറിയ അളവ് 5 ആണ്, ഡിവൈഡഡ് ബൈ ഇത് 3 കൂടെ കൂട്ടുന്നത് അല്ലേ? 5 + 6 + 7, 5 6 11, 11 + 7 18. അപ്പം 5/18 എന്ന് കിട്ടി. ഇവിടെ ക്യാൻസൽ ചെയ്തേ, 10 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 10 × 5 50 ഡിഗ്രി എന്ന് കിട്ടി. ഓപ്ഷൻ സി. മനസ്സിലായോ? സിമ്പിളല്ലേ? എളുപ്പം ചെയ്തല്ലോ. ഓക്കെ, അടുത്ത മോഡൽ നോക്കിയേ. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 20 സെൻറ്റിമീറ്ററും തുല്യമല്ലാത്ത വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്ററും ആയാൽ തുല്യമായ വശങ്ങളുടെ നീളം എത്ര? എന്താ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്? ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ 2 സൈഡ് എന്തായിരിക്കും? തുല്യമായിരിക്കും. 2 സൈഡ് തുല്യമായിരിക്കും. സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 സൈഡ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ ചുറ്റളവ് നമുക്കത് AB എന്ന് കൊടുക്കാം. അപ്പോൾ ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? A+A+B, അല്ലെങ്കിൽ നമ്മൾ പറയും 2A+B അല്ലേ? ചുറ്റളവെന്ന് വെച്ചാൽ എന്താ? മുഴുവൻ അളവും കൂടെ. ഒരു ട്രയാങ്കിളിന് 3 സൈഡുണ്ട്. ഈ 3 സൈഡും കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ 2 സൈഡ് ഈക്വൽ ആണ്. അതിനെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണം എന്ന് വിളിക്കുന്നത്. 2 സൈഡ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് A+A 2A എന്ന് വിളിക്കാം. 2A+B എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുറ്റളവ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് തുല്യമല്ലാത്തൊരു വശത്തിൻ്റെ നീളം. ഇവിടെ നോക്കി, ഈ എയും ആണ് തുല്യം. അപ്പം തുല്യമല്ലാത്തതെന്ന് പറയുന്ന B എന്ന് പറയുന്ന സൈഡാണ് അല്ലേ? ഈ തുല്യമല്ലാത്ത സൈഡ് 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ബിക്ക് പകരം ആരെ കൊടുക്കാം? 8 എന്ന് കൊടുക്കാം. അപ്പം 2A + 8 = 20. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2A എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ +8 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -8 ആകും. 12 എന്ന് കിട്ടി. അപ്പോൾ 2A എന്ന് പറയുന്നത് 12 ആണ്. എന്ന് വെച്ചാൽ 2 സൈഡ് ഈക്വലായ 2 സൈഡ് തമ്മിൽ കൂട്ടുന്നത് 12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്ര കിട്ടും? A = 12/2 അല്ലേ? ഇവിടെ എയുടെ കൂടെ ഗുണിച്ചിരിക്കുന്ന 2നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. 12/2 6 എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ ഒരു സൈഡ് എത്ര എന്ന് കിട്ടി? നമുക്ക് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായോ പറഞ്ഞത്? എന്താ പറഞ്ഞേക്കുന്നത്? സമപാർശ്വ ത്രികോണത്തിൻ്റെ ചുറ്റളവാണ്. സമപാർശ്വ ത്രികോണം എന്ന് വെച്ചാൽ നമുക്കറിയാം, അതിൻ്റെ 2 സൈഡ് ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്, ഒരു ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3 സൈഡും കൂടെ കൂട്ടുന്നതാണ്. സമപാർശ്വ ത്രികോണമായതുകൊണ്ട് 2 സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് A+A+B എന്ന് പറയാം അല്ലേ? A+A എന്ന് പറയുന്നത് 2A ആണ്. 2A+B = 20 എന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി എന്താ അവർ പറഞ്ഞേക്കുന്നത്? ഈക്വൽ അല്ലാത്തൊരു മൂന്നാമത്തെ സൈഡ് ഉണ്ടല്ലോ. ആ മൂന്നാമത്തെ സൈഡ് എന്ന് വെച്ചാൽ 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 2A + 8 = 20. അങ്ങനെയാണെങ്കിൽ 2A = 20 - 8 12. 12 A എന്ന് പറയുന്നത് എത്ര കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ ആണോ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 14 സെൻറ്റിമീറ്റർ ആയാൽ തുല്യമല്ലാത്ത വശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററും ആയാൽ തുല്യമായ വശങ്ങളുടെ നീളം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, എന്താ സമപാർശ്വ ത്രികോണം എന്ന് വെച്ചാൽ 2 സൈഡ് ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിളിനെയാണ് സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എന്താ? 2A + B = 14 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി B എത്രയാണെന്ന് പറഞ്ഞു? B = 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2A = 14 - 6 നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 2A = 14 - 6 8 എന്ന് കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 8/2 = 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ സി. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോഡൽ 5 നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ വശമുള്ളൊരു ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? എന്താ പറഞ്ഞേക്കുന്നത്? ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ കാര്യം പറഞ്ഞേക്കുക. ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 4 ആണ്, ഒരു സൈഡ് 5 ആണ്, ഒരു സൈഡ് 3 ആണ്. അങ്ങനെയുള്ള ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് 3 സൈഡ് തന്നിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ അത്? S × S - A × S - B ×
എസ് മൈനസ് സി, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ 2 ആണ് എസ്. എന്താ ഈ എയും ബിയും സിയും? ഇതിൽ ഒരു സൈഡ് എ ആയിരിക്കും, ഒരു സൈഡ് ബി ആയിരിക്കും, മറു സൈഡ് സി ആയിരിക്കും. ഓക്കെ ആണോ? ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നോക്കിയേ, 4 എസിൻ്റെ അളവ് എത്ര കിട്ടും? എസ് എന്ന് പറയുന്നത് 4 പ്ലസ് 5 പ്ലസ് 3, 4ഉം 5ഉം 9, 9 പ്ലസ് 3 12, 12 ഡിവൈഡ് ബൈ 2 6 എന്ന് കിട്ടി അല്ലേ. ഇനി ഈ 6 എന്ന് പറയുന്നത് ഇക്വേഷനകത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റൂട്ട് ഓഫ് 6 ഇൻറ്റു 6 മൈനസ് 4, 6 മൈനസ് 4, എസിൻ്റെ 6, എയുടെ അവിടെ 4, 6 മൈനസ് 4 2 കിട്ടി, ഇൻറ്റു ഇനി 6 മൈനസ് 5, 6 മൈനസ് 5 എത്ര? 1, ഇൻറ്റു അടുത്തത് 6 മൈനസ് 3 എത്ര കിട്ടും? 3 കിട്ടും അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് ആൻസർ എത്ര കിട്ടും? റൂട്ട് ഓഫ് 6 ഇൻറ്റു 2 12, 12 ഇൻറ്റു 3 36 എന്ന് കിട്ടി. 12 ഇൻറ്റു 3 36 ഈക്വൽ ടു റൂട്ട് ഓഫ് 36 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന രീതിയാണിത്. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും 3 സൈഡ് തന്നിട്ട് നമ്മുടെ അടുത്ത് എന്ത് ചോദിക്കുന്നു? ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്ന് ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ വേറൊരു എളുപ്പ വഴിയുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 3 സൈഡ് കണ്ടോ? 10, 8, 6. 10, 8, 6 എന്ന് പറയുന്ന ഒരു മട്ടത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് വരുമോ എന്ന് ചെക്ക് ചെയ്യുക. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ 2 സൈഡ് ഇങ്ങനെ വരും അല്ലേ, 6ഉം 8ഉം. വലിയ സൈഡാണ് ചരിഞ്ഞ് കിടക്കുന്നത്, അതാണ് ഹൈപ്പൺ ന്യൂസ്, അതാണ് 10 വലിയ സൈഡ്. ഇനി നമ്മളൊരു സിദ്ധാന്തം പഠിച്ചായിരുന്നല്ലോ, ഒരു തിയറി പഠിച്ചായിരുന്നു, പൈതഗോറസ് തിയറി. എന്തായിരുന്നു അത് പറഞ്ഞത്? ചെറിയ 2 സൈഡിൻ്റെ സ്ക്വയർ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? വലിയ സൈഡിൻ്റെ സ്ക്വയർ കിട്ടണം. നോക്കിയേ, 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് 8ൻ്റെ സ്ക്വയർ 64. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടും. 100 പറയുന്നത് മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയർ ആണ് അല്ലേ. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഒരു മട്ടത്രികോണത്തിൻ്റെ സൈഡായിട്ട് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെറിയ 2 സൈഡിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ വലിയ മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയർ കിട്ടുമെങ്കിൽ നമുക്ക് പറയാം ഇതൊരു മട്ടത്രികോണത്തിൻ്റെ സൈഡുകളാണ്. അങ്ങനെ മട്ടത്രികോണത്തിൻ്റെ സൈഡാണെങ്കിൽ നമുക്കത് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഹാഫ് ബി എച്ച്. ഇതിനകത്തിൽ ഹാഫ് ബി എന്ന് പറയുന്നത് എന്താണ്? ബേസ് അല്ലേ. 6 ആണ് ബേസ്, ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 8. ഓക്കെ, ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. 3, 8, 3, 24 എന്ന് കിട്ടും. ഓപ്ഷൻ എ. മനസ്സിലായോ? അപ്പം തരുന്ന സൈഡുകൾ ഒരു മട്ടത്രികോണത്തിൻ്റെ സൈഡാണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെ മട്ടത്രികോണത്തിൻ്റെ സൈഡാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ചെറിയ 2 അളവുകളുടെ സ്ക്വയറിൻ്റെ തുക എന്ന് പറയുന്നത് വലിയ സൈഡിൻ്റെ സ്ക്വയറായിട്ട് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ മതി. ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്ന ബേസ്, എച്ച് എന്ന് പറയുന്ന ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡിൻ്റെ അളവ്. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ.